നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിലപാട് മാറ്റി പ്രതി ചിന്താമര കുറ്റസമ്മതം മൊഴി നൽകാൻ തയ്യാറല്ലെന്ന് ചിന്താമര. അഭിഭാഷകനെ കണ്ട ശേഷമാണ് ചിന്താമരയുടെ നിലപാട് മാറ്റം. ചിന്താമര കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന് ചിന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു. ഇതുവരെ ചിന്താമരയ്ക്ക് നിയമോപദേശം ലഭിച്ചിരുന്നില്ലെന്നും അഭിഭാഷകൻ പറയുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിച്ചിട്ടില്ല. ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് അങ്ങനെ സ്വമേധയെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് കുറ്റസമ്മതത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുമ്പ് അറിയുമായിരുന്നില്ല. അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറ്റസമ്മതിക്കുന്നില്ല. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അഭിഭാഷകനെ കണ്ടതിന് ശേഷമാണ് ചിന്താമര നിലപാട് മാറ്റിയിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഈ ചെന്താമര ആദ്യം പിടിയിലായതിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോഴൊക്കെ കുറ്റം തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പ്രതിയുടെ ഈ രഹസ്യ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. തുടർന്ന് ഇന്ന് ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. ആ സമയത്ത് രക്ഷപ്പെടണമെന്നില്ലെന്ന് ചെന്താമര പറയുകയുണ്ടായി. ചെയ്തത് തെറ്റ് തന്നെയാണ്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ കോടതിയോട് ആദ്യം പ്രതി പറഞ്ഞത്. ഇതിനിടയ്ക്ക് കോടതി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ ഈ അഭിഭാഷകനോട് സംസാരിക്കാൻ കോടതി ചെന്താമരയെ അനുവദിക്കുകയായിരുന്നു. അഭിഭാഷകനോട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ ചെന്താമര നിലപാട് മാറ്റിയത്. ചെന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു പറയുന്നത് ചെന്താമര കുറ്റമേ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ചെന്താമരയ്ക്ക് നിയമോപദേശം ലഭിച്ചിരുന്നില്ല. കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇതോടുകൂടെ ഇതിൽ നിന്ന് ചെന്താമര പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണ നേരിടും എന്നുള്ളതാണ് ഈ കുറ്റസമ്മത മൊഴി നൽകാതെ ചെന്താമരയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പോലീസ് ഈ ചെന്താമരയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉടൻ തന്നെ മാർച്ച് 15 മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും മറ്റുമൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ കേസിൽ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം കോടതിയിൽ കുറ്റം തുറന്നു സമ്മതിച്ച ചെന്താമര ഇപ്പോൾ ഏതായാലും കുറ്റസമ്മത മൊഴി നൽകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.